ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ 20 പ്രത്യേക പോലീസ് സംഘങ്ങൾ. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫ് അലി ഖാന് കുത്തേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ ഒന്നിലധികം പ്രതികളുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. അക്രമിയുടെ കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് പോലീസും സെയ്ഫ് അലി ഖാന്റെ കുടുംബവും അഭ്യർത്ഥിച്ചു. വിവരങ്ങളുമായി തൗബ മാഹിൻ ചേരുകയാണ്. തൗബ, ഒരാളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് സംശയത്തോടെ തന്നെ കാണുകയാണ്. അത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന നിഗമനത്തിൽ വലിയൊരു സംഘം 20 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം. വിശദാംശം. രുജീഷ്, മോഷണ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിനിടെയാണ് മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റ് വസതിയിൽ വെച്ച് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ഇന്നലെ കുത്തേറ്റിരുന്നത്. ആക്രമണത്തിൽ ഇന്നലെ തന്നെ ഒരാൾ അറസ്റ്റിലാവുകയും കൃത്യത്തിൽ ഒന്നിലധികം പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ശേഷിക്കുന്ന പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് മുംബൈ പോലീസ് ഇപ്പോൾ 20 പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ടീമിനും പ്രത്യേക ചുമതലകൾ നൽകിയിട്ടുണ്ട്. കവർച്ച, അതിക്രമിച്ചു കടക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി പോലീസ് നടത്തിയിട്ടുണ്ട് രജീഷ്. അതായത് സെയ്ഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് വഴിയാണ് കവർച്ചാ സംഘം ഈ സെയ്ഫിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറിയതെന്നും ഈ ഫയർ എസ്കേപ്പ് ഗോവണി വഴിയാണ് വസതിയിലേക്ക് പ്രവേശിക്കുകയും സെയ്ഫിന്റെ ഇളയ മകൻ, അതായത് 4 വയസ്സുകാരനായ ജഹാംഗീറിന്റെ മുറിയിലേക്കാണ് അക്രമി ആദ്യം അതിക്രമിച്ച് കടന്നതെന്നുമാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. നഴ്സിംഗ് സ്റ്റാഫിന്റെ, അതായത് മകനെ ജഹാംഗീറിനെ പരിചരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫിന്റെ മൊഴി ഉദ്ധരിച്ചുകൊണ്ടാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സെയ്ഫിന് മാരകമായി പരിക്കേറ്റത്. ഇപ്പോൾ സെയ്ഫിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക്. തൗബ മാഹിനാണ് വിവരങ്ങൾ നൽകിയത്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന നിഗമനത്തിൽ അന്വേഷിക്കാൻ 20 പ്രത്യേക സംഘങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്.